CPM പാളയം ഏരിയ സമ്മേളനത്തിനായി നടു റോഡിൽ വേദി കെട്ടിയ സംഭവത്തിൽ തെറ്റ് തുറന്നു സമ്മതിച്ച് CPM. അത്തരത്തിൽ വേദി കെട്ടേണ്ടിയിരുന്നില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി വി ജോയ് പറഞ്ഞു. അതിനിടെ സംഭവത്തിൽ ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബുവിനെ ഒന്നാം പ്രതിയാക്കി വേദി കെട്ടിയ തൊഴിലാളികളടക്കം 30 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം വഞ്ചൂരിൽ ഗതാഗതം തടസ്സപ്പെടുത്തി നടു റോഡിൽ വേദികെട്ടി CPM ഏരിയ സമ്മേളനം നടത്തിയതിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് CPM തെറ്റ് തുറന്ന് സമ്മതിച്ചത്. റോഡ് തടസ്സപ്പെടുത്തി സ്റ്റേജ് കെട്ടേണ്ടിയിരുന്നില്ലെന്നും വഞ്ചൂർ ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചതായും CPM ജില്ലാ സെക്രട്ടറി വി ജോയ് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി ഇങ്ങനെ ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഞങ്ങളുടെ ഒരു വ്യക്തമായിട്ടുള്ള അഭിപ്രായം അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം. ആവശ്യമില്ലാത്ത ഒരു അനാവശ്യം അല്ലെങ്കിൽ ഒരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കാനും അതുമൊക്കെ ആയിട്ട് മാത്രമേ അത് ഉപകരിച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പരമാവധി അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. കോടതി വിമർശനത്തിന് പിന്നാലെ ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബുവിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. വേദി കെട്ടിയ തൊഴിലാളികളടക്കം 30 പേർക്കെതിരെയാണ് കേസ്. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയോ MLA-മാരെയോ മറ്റു പ്രമുഖരെയോ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. വഞ്ചൂരിലെ പോലീസ് സ്റ്റേഷന്റെയും ജില്ലാ കോടതിയുടെയും മുന്നിൽ പോലീസുകാരുടെ മേൽനോട്ടത്തിലായിരുന്നു വേദിയുടെ നിർമ്മാണം. ഹൈക്കോടതി വിധിയുടെ ലംഘനമായിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ കോടതി തന്നെ ഇടപെട്ടതിന് പിന്നാലെയാണ് കേസെടുത്തത്. എന്നാൽ അതിൽ ഭൂരിഭാഗം പേരും പന്തൽ പണിക്കെത്തിയ തൊഴിലാളികളാണെന്നതാണ് വിചിത്രം. ജനം, തിരുവനന്തപുരം.